ഹലോ ഗൈസ്, നമുക്കൊരു മയോണൈസ് റെസിപ്പി കണ്ടാലോ. എല്ലാവർക്കും മയോണൈസ് ഉണ്ടാക്കാൻ അറിയുന്നതും കോഴിമുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാവും. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. കോഴിമുട്ടയല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ നോക്കണം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി നോർമൽ വെള്ളമാണ്, പച്ചവെള്ളമാണ്. അപ്പം അതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ഗ്യാസ് ഓണാക്കി ഒരു ചട്ടിയിൽ നമുക്കതൊന്ന് തിളപ്പിക്കാൻ വെക്കാം, വേവിക്കാൻ വെക്കാം. പിന്നെ ഇത് ഏതൊരു പാത്രത്തിലായാലും നമുക്ക് അടി പിടിക്കില്ല കേട്ടോ. നോൺ സ്റ്റിക്ക് തന്നെ ആവണമെന്നില്ല, ഏത് പാത്രം എടുത്താലും ഉറപ്പാണ്. ഞാൻ ഗ്യാരണ്ടിയിലിരുന്നു, അടി പിടിക്കില്ല. അതങ്ങനെ അവിടെ കൊടുന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ അതാവണ നേരം കൊണ്ട് പാലുണ്ടെങ്കിൽ പാലെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ എന്താ പറയുക, ഒരു ഗ്ലാസ്സിൽ ഒരു ടേബിൾ സ്പൂണോളം, ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം ഞാൻ ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പാലുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിനേക്ക് സ്കിപ്പ് ചെയ്തിട്ട് പാലെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുക കുറക്കുക ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാലിൻ്റെ അളവ് കൂട്ടുക കുറക്കുക ചെയ്യാം കേട്ടോ. അപ്പം ഈ നേരം കൊണ്ട് ഇതിവിടെ കിടന്ന് നന്നായിട്ട് കുക്കാവുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വൈറ്റ് കളർ, അതായത് നമ്മൾ എന്താ പറയുക, ഒരു കട്ട പോലെ തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊരു കട്ട പോലെ ഇതിന് നിൽക്കട്ടോ, അലിക പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അടി പിടിക്കില്ല. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല, അത് അടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രൂപ ആയി കഴിഞ്ഞാൽ നന്നായി ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ച കോൺഫ്ലവർ ഉണ്ടോ അതും ഇടുക. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് സുർക്ക, വിനാഗിരി, പിന്നെ ഉപ്പിൻ്റെ അളവൊന്നും കൂടരുത്. അപ്പോൾ എടുത്ത് കാണിക്കൂട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിടുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി കിട്ടും. നമ്മൾ എഗ്ഗായിട്ട് മുട്ട വെച്ചുണ്ടാക്കുമ്പോൾ ഇത്രയും ഫ്ലേവർ എനിക്ക് ഉണ്ടാവില്ല തോന്നുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ്റ്റും അൽഫാമൊക്കെ മുമ്പ് കിട്ടുന്ന അതേ ഒരു തൂമിൻ്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ സുർക്ക ഒഴിച്ച് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ച പാൽ ഒഴിക്കുക. പിന്നെ ഈ സ്റ്റേജിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. കട്ടി കൂടുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ.